തന്നെ ആളുകൾ അങ്ങേയറ്റപ്പെട്ട് അംഗീകരിച്ച ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ശത്രുക്കൾ പോലും അന്നത്തെ കുറേശ്ശികൾ പോലും കഅബയുടെ മുറ്റത്ത് അനാവശ്യം സംസാരിക്കുകയോ പറയുകയോ ചെയ്യാറില്ല. അങ്ങനെ ചെയ്താൽ അപ്പം തന്നെ അതിൻ്റെ ആക്ഷൻ അവർക്ക് കിട്ടും, നന്മക്ക് ഗുണം കിട്ടും. പിൽക്കാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം വന്നപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥ മാറാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ദുനിയാവിന് കൊടുക്കരുതേ റബ്ബേ എന്ന് പറഞ്ഞു വരുന്നതാണ്. അതിനുശേഷം നിന്ന് പോയത് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഗുണം അപ്പം തന്നെ കണ്ടിട്ടുണ്ട്. അൽഖമാർ റളിയല്ലാഹു അൻഹുവിനെ കത്തിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ഉമ്മാന്റെ ചെറിയൊരു വിഷയം വന്നപ്പോൾ ഉമ്മ കൊടുത്തപ്പോൾ കത്തിക്കേണ്ട നബിയെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കലിമ ചൊല്ലി അൽഖമാർ റളിയല്ലാഹു അൻഹു വഫാത്തായി. അപ്പോൾ അങ്ങനത്തെ സ്ഥലമാണ് ഹറം. അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ ചെയ്തതിനു ശേഷമാണ് അത്ര വിഷയമില്ലാതെ. അതിന്റെ ചെറിയൊരു താരീഖ്, യമൻ ഭരിച്ചിരുന്ന രാജാവ് എല്ലാ വർഷവും ഒരു രാജ്യം സന്ദർശിക്കും, മക്ക സന്ദർശിക്കാനും. മക്കയിൽ വന്ന സമയത്ത് അന്നത്തെ രാജാവിനെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ മക്കയിൽ ആരും ബഹുമാനിക്കുന്നില്ല. അത് അന്നും ഇന്നും അങ്ങനെയാണ്. കഅബയുടെ മുറ്റത്ത് കഅബയല്ലാതെ ആരെയും പ്രത്യേകിച്ച് റെസ്പെക്ട് ചെയ്യില്ല. അന്യനാട്ടിൽ നിന്ന് വരുന്ന മന്ത്രിമാർക്ക് ഒരു പക്ഷേ പട്ടാളക്കാർ തവാഫ് വേ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൂടെ നടന്നു കൊടുക്കും. അതുപോലെ ബഹുമാനിച്ചിട്ടല്ല, തവാഫ് വേഗം തീർത്തു പോകാനൊരു സെക്യൂരിറ്റി വേണതിന് വേണ്ടിയിട്ട്. അല്ലാതെ എന്നും എല്ലാവരും പണക്കാനും പാവപ്പെട്ട രാജാവ് ചേർന്നിട്ട് പേരിനൊക്കെ ഹറമിന്റെ മുറ്റത്ത് ഒരേ മാതിരിയാണ്. അങ്ങനെ ഈ രാജാവ് വന്നു, ആരും ബഹുമാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചു. അദ്ദേഹം തന്നെ മന്ത്രിയോട് ചോദിച്ചു, എന്താണ് നമ്മളെ ബഹുമാനിക്കാത്തത്? അപ്പൊ മന്ത്രി പറഞ്ഞു കൊടുത്തു, കഅബയുടെ ബഹുമാനം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ കഅബ കൂടുതൽ പൊളിക്കാം, യമനിൽ ഉണ്ടാക്കാം എന്ന് ജനങ്ങൾ അങ്ങോട്ട് വരട്ടെ. ഒരു ആ ചിന്തിക്കേണ്ട താമസം അദ്ദേഹത്തിന് വലിയ രോഗമുണ്ടായി. അദ്ദേഹത്തിന്റെ ചെവിയിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും പ്രത്യേകമായ ദ്രാവകം, ദുർഗന്ധമുള്ള ദ്രാവകം വരാൻ തുടങ്ങി. തന്റെ സ്വന്തക്കാർക്ക് പോലും അടുത്ത് ചെല്ലാനോ പരിചരിക്കാനോ പറ്റാത്ത രൂപത്തിലുള്ള രോഗം മൂർച്ഛിച്ചു. ചികിത്സകൾ ഫലം ചെയ്യാതെ വന്നു. അവസാനം അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ 400ഓളം പണ്ഡിതന്മാർ ഒരു വലിയ സംഘവുമായിട്ടാണ് യാത്ര തുടങ്ങുന്നത്. കൂടെ ഉണ്ടായിരുന്ന 400ഓളം പണ്ഡിതന്മാർ, അത് പ്രധാനിയായ ഒരാൾ കഅബയുടെ ബഹുമാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തോട് തൗബ ചെയ്യാൻ പറഞ്ഞു. തൗബ ചെയ്താൽ ഒന്ന് രോഗം മാറാമെന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തൗബ ചെയ്തു, രോഗം മാറി. അതാണ് പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് അനാവശ്യമായി ചിന്തിച്ചാൽ അതിന്റെ ശിക്ഷയും കിട്ടും, ഗുണം ചിന്തിച്ചാൽ അതിന്റെ ഗുണവും കിട്ടും. ഗുണം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് രോഗം മാറിയ സന്തോഷത്തിന്റെ രാജാവ് കഅബയ്ക്ക് ഒരു കില്ല പതിപ്പിക്കാൻ തീരുമാനിച്ചു. കഅബയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. അന്ന് കഅബയ്ക്ക് കില്ലയില്ല. പിൽക്കാലത്ത് തൊട്ടല്ല ഒരു രാജാവാണ് കഅബയ്ക്ക് ആദ്യമായി കില്ല ചാർത്തിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ കഅബയ്ക്ക് കില്ല നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കിട്ട് മക്ക ഗവൺമെന്റ് അതിന് വലിയ പണം ചെലവാക്കി കില്ലെടുക്കുന്നത് അന്നിട്ട് തുടങ്ങിയതാണ്. ഏതായാലും രാജാവ് അവിടുന്ന് അടുത്ത സന്ദർശന കേന്ദ്രമായ മദീനയിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് അവിടുത്തെ ചുറ്റുപാടുകൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന 400ഓളം പണ്ഡിതന്മാരെ പറഞ്ഞാൽ തിരിച്ചു വരുന്നില്ല, ഞങ്ങളിവിടെ കൂടെ ഉണ്ട്. ആഹൃതമായ അവസാനത്തെ പ്രവാചകനായി വരുന്ന ആൾ ഈ പ്രദേശത്ത് വരും, അവർ ഇവിടെ അന്വേഷണം കൊള്ളുമെന്ന് ഞങ്ങളെ പഠനവുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അവർക്ക് വേണ്ടി 400ഓളം വീട് നിർമ്മിച്ചു. അതിലൊരു വീട് റസൂലുള്ളാഹി തങ്ങൾ കൂടി ഒന്ന് താമസിക്കാൻ പറ്റുന്ന വീട് നിർമ്മിച്ചു. അങ്ങനെ കാലങ്ങൾ പിന്നീട് തിരിച്ചു പോകുമ്പോൾ രാജാവ് തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു മന്ത്രിയായി ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്ത് ഈ പണ്ഡിതന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രവാചകൻ വരുന്നത് കൊടുക്കണം, കാണാൻ പറ്റിയില്ലെങ്കിൽ മക്കൾ ആരെയും കൊടുത്ത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് തിരിച്ചു. വർഷങ്ങൾ, മാസങ്ങളും, ആഴ്ചകളും, വർഷങ്ങളുമായി മറികടന്നു. മക്കയിൽ ജനിച്ചു. 40 വർഷത്തോളം ജനങ്ങൾ വിശ്വസ്തനായി ജീവിച്ചു. അൽ-അമീൻ എന്ന് പേര് വെച്ചു. അള്ളാഹുവിന്റെ ഏകത്വവും തൗഹീദും പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഹാലുകൾ മാറി, സ്വഭാവം മാറി, ആക്രമിക്കാൻ തുടങ്ങി. അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരേണ്ടി വന്നു. ആ വരവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ഒട്ടുകുത്തിയ സ്ഥലമാണ് ബൈത്തുൽ മുഅ്മിൻ, ഇന്ന് മദീനയിലെ ഖുബാ നിൽക്കുന്ന പള്ളി. ബോർഡറിലെത്തിയപ്പോൾ മദീനക്കാരായിരുന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിൽ പിടിച്ചു വലിച്ചു.
എന്റെ വീട്ടിൽ വരണേ, എന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കണേ, എന്റെ മുറ്റത്തൂടെ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചെങ്കിലും അള്ളാഹു റസൂൽ പറഞ്ഞു കല്ലു സബീലഹ ഫഇന്നഹ മഅ്മൂറത്തുൻ, അള്ളാഹു എന്ന് കൽപ്പന കിട്ടിയ മൃഗമാണ്, ഇത് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒട്ടകത്തിന് വിട്ടു. ആ ഒട്ടകം നേരെ വന്നത് ഇന്ന് മസ്ജിദുൽ ഖുബായുള്ള അവിടെ 2 തട്ടുള്ള വീട്, റസൂലുള്ളാഹി നിർമ്മിച്ച വീട്, ആ വീടിന്റെ മുറ്റത്താണ് ഒട്ടകം വിട്ടുമുട്ടിയത്. കണ്ടോ, അള്ളാഹുവിൽ നിന്ന് കേൾക്കാനവർക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങേണ്ടതുണ്ടല്ലോ, രാജാവ് ഇവിടുന്ന് എഴുത്ത് വാങ്ങേണ്ടതുണ്ടല്ലോ, അതിനുവേണ്ടി ഒട്ടകം അങ്ങോട്ട് പോയത്. ആ 1000 കൊല്ലം മുമ്പ് മുത്തുനബിയെ സ്നേഹിച്ച, മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ച തുബൈൽ രാജാവ് കൊടുത്ത എഴുത്ത് വാങ്ങേണ്ടതുണ്ട്. അതിന് കൃത്യമായി ഒട്ടകം അങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെയാണ് തക്കവ കൊണ്ട് പറക്കലിട്ട പള്ളി എന്ന് പള്ളിക്ക് പ്രത്യേകമായ പേരൊക്കെ പറയാൻ കാരണം. ഏതായാലും പരിശുദ്ധമായ മക്കയിൽ നമുക്ക് കിട്ടുന്ന കുറഞ്ഞ സമയം അള്ളാഹു അതിന്റെ ആദരവ് വകവെച്ചുകൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല ഇഖ്ലാസും നല്ല തഖ്വയും അല്ലാഹു തുടർന്ന് നമുക്ക് കൈമുതലാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.